ഒരാൾ ചോദിച്ചു, ഈ ഉപവാസ നിയോഗ പ്രാർത്ഥന എന്താണ്? അത് എനിക്കറിയില്ലായിരുന്നു. ഞാൻ ചോദിച്ചു, എന്താണ് നിങ്ങൾ ചോദിക്കാൻ കാരണം? അല്ല, ഇവിടെ സാക്ഷ്യം പറയുമ്പോൾ ഏറ്റവും കൂടുതൽ സാക്ഷ്യം കേൾക്കുന്നത് ഉപവാസ നിയോഗ പ്രാർത്ഥനയിലൂടെ സംഭവിച്ചതാണല്ലോ. അപ്പോഴാണ് ഞാൻ തന്നെ അതിനെക്കുറിച്ച് ചിന്തിച്ചത്. ഏറ്റവും കൂടുതൽ സാക്ഷ്യങ്ങൾ, ദൈവപ്രവർത്തികൾ വെളിപ്പെട്ടത് ഉപവാസത്തോടെ നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിച്ച നാളുകളിലാണ്. ആ സാക്ഷ്യങ്ങൾ ഇന്നും തുടരുന്നുണ്ട്. എല്ലാ മഹത്വവും ദൈവത്തിന് നൽകുകയാണ്. ഇന്ന് ഒത്തിരി സന്തോഷത്തോടെ പാട്ടുപാടിയ ജോണ് പ്ലാൻ ചെയ്ത് പാടിയതാ അല്ല എന്ന് ഞാൻ കരുതുന്നു. ചുമ്മാ പാടിയതായിരിക്കും. പക്ഷേ ഞാൻ ഇന്ന് എടുത്തുകൊണ്ട് വന്ന വചനവും ഏകദേശം അതുമായി ചേർന്ന് നിൽക്കുന്നൊരു ഭാഗമാണ്. ഞാനത് വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 30-ാം അധ്യായം 17-ാമത്തെ വാക്യം. ഒരു സ്ത്രീ, ആ സ്ത്രീയുടെ പേര് ലയ എന്നാണ്. ഒത്തിരി സങ്കടമുള്ള ഒരു കഥാപാത്രമാണ്. ആ സ്ത്രീയുടെ സാക്ഷ്യം എഴുതിയിട്ടുള്ളതുണ്ട്. 30-ാം അധ്യായം 17-ാമത്തെ വാക്യം. ദൈവം ലയായുടെ പ്രാർത്ഥന കേട്ടു. അങ്ങനെയാ എഴുതിയിരിക്കുന്നത്. ദൈവം ലയായുടെ പ്രാർത്ഥന കേട്ടു. ഏത് വിഷയത്തിനാണാവോ പ്രാർത്ഥിച്ചത്, എന്തു പ്രാർത്ഥനയാവോ കേട്ടത് എഴുതിയിട്ടുണ്ട്. അവൾ വീണ്ടും ഗർഭം ധരിച്ച് യാക്കോബിന് 5-മതൊരു മകനെ കൂടി നൽകി. അപ്പോൾ പ്രാർത്ഥനയിൽ അന്നത്തെ കാലത്ത് വെച്ച നിയോഗം 5-മതൊരു കുഞ്ഞ് കിട്ടണമെന്നുള്ളതാണ്. ലയ എന്ന സ്ത്രീ പ്രാർത്ഥിച്ചത്, എനിക്ക് 5-മതൊരു കുഞ്ഞിനെ തരണമെന്നാ പ്രാർത്ഥിച്ചത്. അതുകൊണ്ടാണ് എഴുതിയിട്ടുള്ളത്, ദൈവം ലയായുടെ പ്രാർത്ഥന കേട്ടു, അവൾ വീണ്ടും ഗർഭം ധരിച്ച് യാക്കോബിന് 5-മതൊരു മകനെ കൂടി നൽകി. ഇനി 20-ാമത്തെ വാക്യം. പ്രാർത്ഥിച്ച ലയ പറയുന്ന വാക്കാണ് 20-ാമത്തെ വാക്യം. ദൈവം എനിക്ക് നല്ല സമ്മാനം തന്നിരിക്കുന്നു. ദൈവം എനിക്ക് നല്ലൊരു സമ്മാനം തന്നിരിക്കുന്നു. അതാണ് സാക്ഷ്യമായി സഹോദരി പ്രാർത്ഥിച്ച ലയ പറയുവാണ്, ദൈവം എനിക്ക് നല്ലൊരു സമ്മാനം തന്നു. സമ്മാനം ആർക്കാ കൊടുക്കുക? ആർക്കേലും നമ്മൾ സമ്മാനം കൊടുക്കാറില്ല. നമുക്ക് പ്രിയപ്പെട്ടവർക്കാണ് നമ്മൾ സമ്മാനങ്ങളെ കൊടുക്കുന്നത്. അങ്ങനെയെങ്കിൽ പ്രാർത്ഥിക്കുന്നവർ ദൈവത്തിന് പ്രിയപ്പെട്ടവരായി മാറുന്നുണ്ട്. ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ ത്യാഗത്തോടെ വചനം കേട്ട്, ഈ ആവിയും ചൂടും പരവേശം ഉണ്ടായിട്ട് പോലും എഴുന്നേറ്റു പോകാതെ വചനം കേൾക്കുന്ന നിങ്ങൾ നാളുകളിൽ പറയാൻ ഇടവരട്ടെ, എൻ്റെ പ്രാർത്ഥന കേട്ട് ദൈവം എനിക്ക് നല്ലൊരു സമ്മാനം തന്നിരിക്കുന്നു. പ്രാർത്ഥിച്ച ആള് തന്നെയാ പറഞ്ഞത്, ദൈവം എനിക്കൊരു സമ്മാനം തന്നു എന്ന്. ഇവിടെ ഇരിക്കുന്ന ഒരുപാട് പേർ അമ്മമാരാണ്, അല്ലെങ്കിൽ അപ്പന്മാരാണ്, സഹോദരികളുണ്ട്. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയത്തിൽ ദൈവം ഇടപെടുമ്പോൾ നിങ്ങൾ തിരിഞ്ഞു നോക്കി പറയാൻ ഇടവരട്ടെ, പ്രാർത്ഥിച്ച വിഷയത്തിനകത്ത് ദൈവം എനിക്ക് ഒരു നല്ല സമ്മാനം തന്നിരിക്കുന്നു. നല്ലൊരു സമ്മാനം. അത് ആർക്കാ കിട്ടിയെന്ന് എഴുതിയിട്ടുണ്ട്. പ്രാർത്ഥിച്ച ലയായിക്കാണ് കിട്ടിയത്. പ്രാർത്ഥിക്കുന്നവനെ ചില നന്മകൾ കൊണ്ട് സമ്മാനമായത് കൊടുത്ത് അനുഗ്രഹിക്കുന്ന ദൈവമുണ്ട്. ഒന്നാമത്തെ കാര്യം. 2-ാമത്തെ വാക്യം വേറൊരു സ്ത്രീയാണ്. 22-ാമത്തെ വാക്യത്തിൽ ആ വ്യക്തിയുടെ പേരാണ് റാഹേൽ. എഴുതി വായിക്കുകയാണ്, ആ വ്യക്തിയും പ്രാർത്ഥിച്ചു. 22-ാമത്തെ വാക്യമാണ്. ഉൽപ്പത്തി പുസ്തകം 30-ാം അധ്യായം 22-ാമത്തെ വാക്യം. ദൈവം റാഹേലിനെ സ്മരിച്ചു. റാഹേൽ എന്ന് പറയുന്ന ഒരു സ്ത്രീ, വേറൊരു സ്ത്രീയാണ്. റാഹേലിനെ ഓർത്തു. എന്നിട്ടോ അവിടുന്ന് അവളുടെ പ്രാർത്ഥന കേൾക്കുകയും അവളുടെ വന്ധ്യത്വം അവസാനിപ്പിക്കുകയും ചെയ്തു. ഈ വ്യക്തിക്ക് മക്കളില്ലായിരുന്നു. അപ്പോൾ ആ വ്യക്തി പ്രാർത്ഥിച്ചത് വേറൊരു കാര്യത്തിനാണ്. ഒരു മകനോ മകളോ ആരുമില്ല. ആ വ്യക്തി പ്രാർത്ഥിച്ചപ്പോൾ എഴുതിയിട്ടുണ്ട്, ദൈവം എൻ്റെ പ്രാർത്ഥന കേട്ട്
അവളുടെ വന്ധ്യത്വം അവസാനിപ്പിക്കുകയും. 23-ാമത്തെ വാക്യം, അവൾ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിച്ചു. പ്രാർത്ഥനയ്ക്ക് ഒരു സമ്മാനം അടുത്ത ആൾക്ക് ലഭിക്കുന്നു. എന്നിട്ട് ഈ റാഹേല് പറയുന്ന വാക്കാണ് അവൾ 23-ാം വാക്യത്തിന്റെ അവസാനം എഴുതിയിരിക്കുവാണ്, അവൾ പറഞ്ഞു, എന്റെ അപമാനം ദൈവം നീക്കിക്കളഞ്ഞു. അപ്പൊ ആൾക്ക് എന്തുണ്ടായിരുന്നു ജീവിതത്തിൽ? നാണക്കേട്, അപമാനം ഉണ്ടായിരുന്നു. അപമാനം, ചിലര് പറയില്ല, ഞാൻ അപമാനം സഹിച്ച് മടുത്തു. എങ്ങനെ ഈ ആളുകളുടെ മുമ്പിൽ നോക്കും, എങ്ങനെ പള്ളിയിൽ പോകും, എങ്ങനെ ടൗണിൽ പോകും, എന്താ ചെയ്യുക? ജീവിതത്തിൽ ഒരുപാട് പേർ നാണം കെട്ടവരുണ്ട്, നാണം കെട്ടുപോയവരുണ്ട്. ജീവിത പങ്കാളിയെ ഓർത്ത് നാണം കെട്ടവരുണ്ട്, മക്കളെ ഓർത്ത് നാണം കെടുന്നവരുണ്ട്, തല കുനിഞ്ഞു പോയവരുണ്ട്. ഈ പറഞ്ഞ വ്യക്തിയുണ്ടല്ലോ, പലരുടെയും മുമ്പിൽ മക്കളില്ലാത്തതിന്റെ പേരിൽ നാണം കെട്ടുപോയവളാണ്. ഇപ്പോൾ എന്നെ കേൾക്കുന്ന നിങ്ങൾ ഏതൊക്കെയോ വിഷയത്തിനകത്ത് നാണം കെട്ടുപോയിട്ടുണ്ടാവും. നാണക്കേടിന്റെ വേദന ഭയങ്കരമാണ്. ഈ അപമാനിക്കലിന്റെ വേദന, കത്തിക്കൊരു കുത്തുന്നേക്കാൾ വേദനയാണ് നമ്മളെ ഒരാൾ അവഗണിച്ചാലുള്ളൊരു വേദന, അല്ലെങ്കിൽ നമ്മളെ താഴ്ത്തിക്കെട്ടിയാൽ ഉണ്ടാകുന്ന വേദന. ഇവിടെ എഴുതിയിട്ടൊരു വാക്ക് വായിക്കുമ്പോൾ എനിക്കൊരു സംഭവം ഓർമ്മ വരുന്നുണ്ട്. നിങ്ങൾ ഏതെങ്കിലും കാര്യങ്ങളിൽ നാണക്കേട് സഹിക്കുന്നവരാണോ? അത് നീക്കിക്കളയാൻ ദൈവത്തിന് സാധിക്കും. ആമേൻ. എഴുതിയിട്ടുള്ള വാക്കൊന്നും കൂടി ഒന്ന് വായിച്ചേ. എന്റെ അപമാനം ദൈവം നീക്കിക്കളഞ്ഞു. അപ്പൊ ദൈവത്തിന് പറ്റും എൻ്റെ മേൽ, എൻ്റെ കുടുംബത്തിന്റെ മേൽ, മക്കളുടെ മേൽ ഇന്ന് നിലനിൽക്കുന്ന നാണക്കേടിനെ, അപമാനത്തെ നീക്കിക്കളയാൻ. ആമേൻ. എങ്ങനെയാ നീക്കിക്കളഞ്ഞെന്നറിയാമോ? അവളുടെ പ്രാർത്ഥനയാണ് ആ അപമാനം. ഒരു വീടില്ലാത്തതിന്റെ പേരിൽ അപമാനം സഹിക്കുന്നവരുണ്ട്. ഉചിതമായ സമയത്ത് പിള്ളേരുടെ കല്യാണം നടത്തി കൊടുക്കാൻ പറ്റിയില്ല, നടന്നിട്ടില്ലാത്തതിന്റെ കാര്യത്തിൽ വിഷമിക്കുന്നവരുണ്ട്. ചില അമ്മമാർ പറയാറുണ്ട്, എവിടെ പോയാലും ചോദിക്കും, പിള്ളേരുടെ കല്യാണമായോ? അയ്യോ, അവർക്ക് ഇത്രയും വയസ്സായില്ലേ? എന്തു ചെയ്യാനാ? എവിടെ പോയാലും ഈ ചോദിക്കും. ഭയങ്കര ഒരു വിഷമമാണ്, എന്നാ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. ചില ആളുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ഒരു വീട്ടിൽ പോകാൻ ഇട വന്നപ്പോൾ ആ വ്യക്തിയുടെ ആ വീട്ടിലെ അമ്മ പറയുവാണ്, അച്ഛാ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് പോയാൽ മതിയോ? എൻ്റെ മകൾ ഇപ്പൊ വരും, ഞാൻ ഫോൺ വിളിച്ചിട്ടുണ്ട്, ഒന്ന് പ്രാർത്ഥിച്ചിട്ട് 10 മിനിറ്റ് കൊണ്ട് വരുമെന്ന് പറഞ്ഞ് വേഗം പറഞ്ഞ സമയം കൊണ്ടൊക്കെ ആള് വന്നു. പക്ഷെ ആള് മിണ്ടത്തില്ല, ആള് നമ്മളോട് മുമ്പിൽ നിൽക്കത്തില്ല, വേഗം പോവാ. ഭയങ്കര ഈച്ച കുത്തിയ പോലെയാ മുഖം ഇരിക്കുന്നത്, ഭയങ്കര ദേഷ്യമാണ്. ആള് നല്ല ജോലിയൊക്കെ ഉണ്ട്. എന്നറിയാമോ? ആ ആൾക്ക് ഫേസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. കാരണം അവളുടെ കല്യാണം കഴിഞ്ഞതായിരുന്നു. പക്ഷെ പ്രസവത്തിന് ആളെ വീട്ടിൽ കൊണ്ടുപോയി വിട്ടു. പ്രസവത്തിന് ശേഷം ഹസ്ബൻഡ് പറയുക, പുള്ളിയുടെ അല്ല കൊച്ചെന്ന്, ഇങ്ങോട്ട് വരണ്ടെന്നാണ് പുള്ളിയുടെ നിലപാട്. അത് വേറെ രീതിയിൽ ആ ബന്ധം തകർന്നുപോയി, രണ്ടും രണ്ടായി. അപ്പോൾ ഈ പെൺകുട്ടിയോട് എല്ലാവരും ചോദിക്കും, കല്യാണം, ഭർത്താവ് എവിടെ, പിള്ളേരെന്തെടുക്കുന്നു? ഇതെല്ലാം ചോദിക്കുമ്പോൾ നുണ പറഞ്ഞ് മടുത്തു. അതുകൊണ്ട് എവിടെയും പോകാറില്ല, ആരുടെയും മുമ്പിൽ നിൽക്കാറില്ല, വേഗം പോകും. കുടുംബജീവിതം തകർന്നതിന്റെ പേരിൽ ഈ അപമാനം സഹിക്കുന്നവരുണ്ട്. ഒത്തിരി പേര് നമ്മളോട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. അപമാനം സഹിക്കുന്നവരുണ്ട്. യേശു ഒത്തിരി അപമാനം സഹിച്ചയാളാണ്. അതുകൊണ്ട് യേശുവിനറിയാം നമ്മൾ സഹിക്കുന്ന അപമാനത്തിന്റെ ആ ഒരു അളവൊക്കെ. യേശുവിനെ പരസ്യമായി വസ്ത്രം ഉരിഞ്ഞ് എല്ലാവരുടെയും മുമ്പിൽ നിർത്തിയപ്പോൾ യേശു എല്ലാവരുടെയും മുമ്പിൽ അപമാനിതനായി. അപ്പോൾ നമ്മൾ ആരെങ്കിലും വ്യക്തികൾ അപമാനത്തിന്റെ ഒരു വേദന സഹിക്കുന്നുണ്ടെങ്കിൽ യേശുവിനതറിയാം, യേശു അത് മനസ്സിലാക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന, ദൈവമേ, എൻ്റെ മേൽ, എൻ്റെ കുടുംബത്തിന്റെ മേൽ നിലനിൽക്കുന്ന സകല അപമാനവും
നാണക്കേടിനെ നീക്കിക്കളയണമേ. ലയാ പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിക്കുവാണ്. എന്റെ പ്രാർത്ഥന കേട്ട് എനിക്ക് പറയാൻ ഒക്കണമേ. എനിക്ക് ദൈവം ഒരു നല്ല സമ്മാനം തന്നു എന്നെനിക്ക് പറയാൻ ഒരു സമയം തരണമേ. ഒന്ന് കണ്ണുകളെ അടയ്ക്കാമോ? ഈ വിഷയം വലിയ പ്രസംഗ വിഷയമൊന്നും അല്ല. ലയാ പ്രാർത്ഥിച്ചിട്ട് പറയുവാ, എന്റെ ദൈവം എന്റെ പ്രാർത്ഥന കേട്ടിട്ട് എനിക്ക് നല്ല ഒരു സമ്മാനം തന്നു എന്ന്. അടുത്ത സ്ത്രീ, ആ സഹോദരി പറയുവാണ്, എന്റെ പ്രാർത്ഥന കേട്ട് എന്റെ അപമാനം ദൈവം എന്റെ അപമാനം നീക്കിക്കളഞ്ഞു എന്ന്. ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ പുറമേ അതൊന്നും പറഞ്ഞില്ലെങ്കിലും അകത്ത് ചിലർ അനുഭവിക്കുന്ന ചില അപമാനത്തിന്റെ വിഷമത്തിന്റെ, പലരും കളിയാക്കിയതിന്റെ, താഴ്ത്തിക്കെട്ടിയതിന്റെ ഒക്കെ അപമാനത്തെ ദൈവം നീക്കിക്കളയും. ഭാര്യയുടെ മുമ്പിൽ അപമാനിതരായവരുണ്ട്, ഭർത്താവിന്റെ പേരിൽ അപമാനിതരായവരുണ്ട്, മക്കളുടെ പേരിൽ അപമാനിതരായവരുണ്ട്. ഒന്ന് ശ്രദ്ധിച്ചേ, ഈ അപമാനം, ഇതെനിക്ക് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു കാര്യം ഓർമ്മ വന്നു. ഇപ്പോഴൊന്നും അല്ല, ഒരു 3-4 വർഷം മുമ്പായിരിക്കും. കൃത്യവർഷമൊന്നും അറിയാൻ പാടില്ല. ഇവിടെ താമസിച്ച് 5 ദിവസത്തെ ധ്യാനമുണ്ടായിരുന്നു. ഞായറാഴ്ച തുടങ്ങി വെള്ളിയാഴ്ച രാവിലെ തീരുന്ന ധ്യാനമുണ്ടായിരുന്നു. അങ്ങനെ ധ്യാനം നടക്കുന്ന സമയം, ധ്യാനം തുടങ്ങുന്നത് നിങ്ങൾ കയറി വരുന്ന വഴിയിലൂടെയുള്ള ആ കുരിശിന്റെ വഴി പ്രാർത്ഥനയിലൂടെയാണ്. അവിടെ പ്രാർത്ഥന ചൊല്ലിയിട്ടാണ്, നോമ്പുകാലം ആണേലും അല്ലേലും കാപ്പി കൂടി കഴിഞ്ഞ പാടെ കുരിശിന്റെ വഴി പ്രാർത്ഥന നടത്തുമായിരുന്നു. അപ്പോൾ ഇവിടെ ആളുകൾ പേര് രജിസ്റ്റർ ചെയ്തതിന് ശേഷം അതിലൊരാൾ നമ്മൾ അറിയില്ലാത്ത ഒരാൾ, അദ്ദേഹം വേറെ താഴോട്ടിറങ്ങി ഒരു ഓട്ടോറിക്ഷ കൂട്ടി ഒരു സ്ഥലത്തേക്ക് പോയി. അവിടെ പോയി വയറ് നിറച്ച് കള്ളു കുടിച്ചു. എന്നിട്ട് അദ്ദേഹം നല്ല ബൂസായിട്ട് അത്യാവശ്യം നടക്കാവുന്ന രീതിയിൽ ഇദ്ദേഹം ഇവിടെ വന്നു. അദ്ദേഹം നോക്കുമ്പോൾ ഇവിടെ ആരെയും കാണുന്നില്ല. ഇദ്ദേഹം അവിടെ എല്ലാം നോക്കിയിട്ട് ആരെയും കാണുന്നില്ല. അപ്പോഴാണ് അറിഞ്ഞത് ആളുകൾ കുരിശിന്റെ വഴിയിൽ പങ്കെടുക്കുവാണ്. ഇയാൾ ഈ മുറ്റത്തു നിന്ന് ഈ മദ്യപിച്ചയാൾ ഉറക്കെ ചോദിക്കുവാണ്, എന്റെ ഭാര്യയെ കണ്ടോ? എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുവായി. ആർക്കറിയാം ഇദ്ദേഹത്തിന്റെ ഭാര്യ ആരാന്ന്? ഇയാൾ ഉറക്കെ വീണ്ടും ചോദിക്കുവാണ്, എന്റെ ഭാര്യ എവിടെയാണ്? എന്റെ ഭാര്യയെ നിങ്ങൾ കണ്ടോ? എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നുണ്ട്. ഇയാളുടെ ഭാര്യ ആരാന്ന്? അധികം ആളൊന്നുമില്ല, 80 പേരും കണ്ടേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ആ കുരിശിന്റെ വഴി വരുമ്പോൾ എല്ലാം പെട്ടെന്ന് പ്രതീക്ഷിക്കാത്ത കാര്യമാ. അപ്പോൾ ഇയാളുടെ ഭാര്യ എങ്ങനെയാ ഞാൻ കണ്ടുപിടിച്ചതെന്ന് ഞാൻ പറയാം. ഇദ്ദേഹത്തിന്റെ ഭാര്യ ആ ധ്യാനത്തിന് വന്ന വണ്ണമുള്ള ഒരു സ്ത്രീയുടെ പുറകിൽ വേറൊരു സ്ത്രീ ഒളിച്ചു നിൽക്കുന്നു. എന്തിന്? ഇയാളുടെ ഈ ഭർത്താവ് കാണാതിരിക്കാൻ. ധ്യാനത്തിന് വന്ന ആളാണ്. ഇയാൾ ഇവിടെ കിടന്ന് എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ ഇദ്ദേഹത്തിന്റെ മുമ്പിൽ പെടാതിരിക്കാൻ ഒരാൾ വേറൊരു വണ്ണമുള്ള സ്ത്രീയുടെ പുറകിൽ ഒളിച്ചു നിൽക്കുകയാണ്. ആ ഒരാഴ്ച മുഴുവൻ ആ വ്യക്തിയെ ഈ 100 പേരുടെ മുമ്പിൽ അങ്ങ് നാണം കെട്ടുപോയി. ഭർത്താവിന്റെ മദ്യപാനം കാരണം ജീവിതത്തിൽ നാണക്കേട് അനുഭവിച്ച കുറെ കാര്യമൊക്കെ എനിക്കും അറിയാം. മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട്. ആ പ്രാർത്ഥന വിഷയത്തിന് അത് ഉത്തരവാണ് നാളുകളിൽ എൻ്റെ ദൈവം എനിക്ക് തരുന്ന സമ്മാനം. ദൈവം നിങ്ങളെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കുക. ഒരു വചനം കൂടി കേൾക്കുവാൻ പോവുകയാണ്. സങ്കീർത്തന പുസ്തകം 89 അധ്യായം 20 വാക്യം ഒന്ന് വായിക്കുകയാണ്. 50 നോമ്പിന്റെ ദിവസങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഈ വചനവും നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്ന് പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നതിൽ സന്തോഷമുണ്ട്. 89 സങ്കീർത്തനം 20 വാക്യം തൊട്ടൊന്ന് വായിക്കുകയാണ്. ഞാൻ എൻ്റെ ദാസനായ ദാവീദിനെ കണ്ടെത്തി, വിശുദ്ധ തൈലം കൊണ്ട് ഞാൻ അവനെ അഭിഷേകം ചെയ്തു. 20 വാക്യം ഇങ്ങനെയാണ്, ഞാൻ എൻ്റെ ദാസനായ ദാവീദിനെ കണ്ടെത്തി. ദാവീദിനെ എന്തിനാ ഇങ്ങനെ കാര്യമായി കണ്ടെത്തിയത്? ദാവീദിനെ കണ്ടെത്തിയിട്ട് എന്താ ചെയ്തെന്ന് എഴുതിയിട്ടുണ്ട്. വിശുദ്ധ തൈലം കൊണ്ട് ഞാൻ അവനെ അഭിഷേകം ചെയ്തു. അങ്ങനെയെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു, ദൈവം കണ്ടവരാണ് നിങ്ങൾ. ദൈവം കണ്ടതുകൊണ്ടാണ്
ഈ ആലയത്തിൽ നിങ്ങൾ പ്രാർത്ഥിക്കാൻ വരാൻ ഒരു കാരണം, ഹല്ലേലൂയ. ദൈവം കണ്ടെത്തിയവരെ വിശുദ്ധ തൈലം കൊണ്ടാണ് അഭിഷേകം ചെയ്തതെങ്കിൽ ഇന്ന് നിങ്ങളെ അഭിഷേകം ചെയ്യുന്നത് ഈ വിശുദ്ധ വചനത്തിലൂടെയാണ്. ആമേൻ. ഈ വചനത്തിലൂടെ ദൈവം നിങ്ങളെ തൊടുകയാണ്. അങ്ങനെ അഭിഷേകം ചെയ്താൽ ഒരു പ്രത്യേകതയുണ്ട്. അതാ 21-ാമത്തെ വാക്യം. എന്റെ കൈ, ദൈവം പറയുവാണ്, ദൈവത്തിന്റെ കൈ എന്നും. അവിടെ എന്നും എന്നൊരു വാക്കുണ്ട്. ആഴ്ചയിൽ ഒരിക്കൽ, മാസത്തിൽ ഒരിക്കൽ എന്നല്ല, എല്ലാ ദിവസവും അവനോടൊത്ത് ഉണ്ടായിരിക്കും. ആമേൻ. ഒന്നും കൂടെ വായിച്ചേ. ദൈവത്തിന്റെ വചനത്തിൽ നിങ്ങൾ സ്വീകരിക്കുമ്പോൾ ദൈവത്തിന്റെ കരം എന്നും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. ആമേൻ.